ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ വൈൻ ആട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഒരു ബോട്ടിൽ ഫുള്ള് പൈനാപ്പിൾ വൈനുണ്ട്. നമ്മളിത് കുറേ പ്രോസസ്സൊക്കെ ചെയ്ത് കുറച്ച് നീണ്ട പ്രോസസ്സൊക്കെയാണ്. സാധാരണ വൈൻ ഇടുന്ന പോലെ ചെറിയ സാധനങ്ങളൊന്നുമല്ല, എല്ലാം അടിപൊളി സാധനമാണ്. പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ, ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ രീതിയിൽ എളുപ്പമുള്ളൊരു സാധനമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈനാണിത്. നമ്മൾ കുടിച്ചൊക്കെ നോക്കിയിട്ട് നല്ല അടിപൊളി സാധനമാണ്. നല്ല സ്മൂത്താണ്, നല്ല കറക്റ്റ് ടാങ്കി ആയിട്ടുള്ള ഫീലുണ്ട്, ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് എങ്ങനെയാണ് ഒരു പൈനാപ്പിൾ വൈന് സെറ്റാക്കി എടുക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് 2 എണ്ണം. അതൊരു മൊത്തത്തിൽ ഒരു 3 കിലോ വെയിറ്റ് വരുന്ന പൈനാപ്പിളാണ്. പിന്നെ ഞാൻ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. മുഴുത്ത നാരങ്ങ നോക്കിയാണ് എടുത്തേക്കുന്നത്, 2 എണ്ണം. 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിലെടുത്ത 1 ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. 600 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വൈനിനകത്ത് ചേർക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈസ്റ്റ്, വൈൻ ഈസ്റ്റ് എന്ന് പറയും, അത് ആവശ്യം നമ്മൾ എടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 2 പൈനാപ്പിളും നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനുള്ളിലോട്ടൊരു 4 ലിറ്റർ വെള്ളം ഒഴിക്കാം. നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് അളന്ന് വേണം ഒഴിക്കാനായിട്ട്. നമ്മളിപ്പോൾ ഒരു 3 കിലോ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമ്മളൊരു 4 ലിറ്റർ വെള്ളം ഒഴിക്കാൻ പോവാണ്. അടുത്തായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പൈനാപ്പിൾ നമുക്ക് ഇതിനുള്ളിലോട്ട് ഇടാം. അപ്പോൾ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ ഈ വെള്ളത്തിനുള്ളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ 2 നാരങ്ങ എടുക്കാം. ഈ 2 നാരങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞ് ഇതിനുള്ളിൽ ചേർക്കണം. അപ്പോൾ നമ്മൾ 2 നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ തിളപ്പിച്ച് വെച്ചിരുന്ന 1 ഗ്ലാസ് കട്ടൻ ചായ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഈ റെഡിയാക്കി വെച്ച ഈ ഫുൾ സാധനം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് നമുക്കിതൊരു സ്റ്റൗവിലോട്ട് കയറ്റി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും വേണം നമ്മൾ ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 600 ഗ്രാം പഞ്ചസാരയാണ് ഇതിനകത്തോട്ട് ചേർത്തത്. ഇനിയിപ്പോൾ ഇത് ഒരു 15 മിനിറ്റ് തിളയ്ക്കണം. അപ്പോൾ തിളയ്ക്കുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിപ്പോയിരിക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിക്കാം. നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നോക്കി ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, ഒന്ന് നന്നായിട്ട് മിക്സ് ആകാനായിട്ടൊക്കെ. അപ്പോൾ നമ്മളൊരു 10-15 മിനിറ്റ് ആയിട്ട് നന്നായിട്ട് തിളപ്പിക്കുകയാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റൂം ടെമ്പറേച്ചറിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ഈസ്റ്റ് ചേർക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈസ്റ്റ് എല്ലാം അപ്പോൾ തന്നെ ചത്തുപോകും. അതുകൊണ്ട് നമുക്കിതൊന്ന് ഒന്നിലെ വെള്ളത്തിനകത്ത് ഇറക്കി വെക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് മൂടി മാറ്റി വെക്കാം, അതൊന്ന് നന്നായിട്ട് തണുക്കുന്നിടം വരെ. അപ്പോൾ നമ്മൾ നമ്മുടെ പൈനാപ്പിളും അതുപോലെ തന്നെ നാരങ്ങയും പിന്നെ കുറച്ച് ഉണക്കമുന്തിരിയും വേറെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു. അതിപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ലൊരു മിക്സറായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ ഭരണിക്കകത്തോട്ട് മാറ്റുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഭരണിയുടെ മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു എയർ ലോക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രൂ ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എയർ ഉള്ളിലോട്ട് പോകാതെ എന്നാൽ എയർ പുറത്തോട്ട് പോകുന്ന രീതിയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് ഇതുപോലൊരു എയർ ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാനായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ മിക്സർ നമ്മുടെ ഭരണിക്കകത്തോട്ട് മാറ്റാം. അപ്പോൾ ഈസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 10 ഗ്രാമോളം വരും. അപ്പോൾ ഇനി നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുന്നതിന് മുന്നേ ഈ വെള്ളത്തിൻ്റെ ചൂട് കറക്റ്റ് റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. കുറച്ച് ചൂട് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് നേരെ വർക്ക് ചെയ്യില്ല, എല്ലാം ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതിലിപ്പോൾ ഈസ്റ്റൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിഡൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എയർ ലോക്കിനകത്ത് വെള്ളം നിറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലിപ്പോൾ വെള്ളം നിറച്ച് കൊടുക്കാൻ പോവാണ്.
ഓക്കെ, നമ്മളപ്പോൾ എയർലോക്കിനകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് എയർ പോകുകയില്ല, പക്ഷേ പുറത്തോട്ട് എയർ പോകും. അങ്ങനത്തെ സെറ്റിങ്ങിലാണ് നമ്മുടെ എയർലോക്കൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്കൊരു 10 ദിവസത്തേന് ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ 10 ദിവസം കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ ഇനി എടുത്തിട്ട് ഇത് കുപ്പിക്കകത്ത് ബോട്ടിൽ ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഏജ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 10 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വൈനിടാനായിട്ടുള്ള നമ്മുടെ പൈനാപ്പിളൊക്കെ ഭരണിക്കകത്ത് ആക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 ദിവസം കംപ്ലീറ്റ് ആയിക്കോണം. എന്ന് വെച്ചാൽ 10 ദിവസം കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത് ബോട്ടിലുകളിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. ചിലർ ബോട്ടിലുകളിൽ മാറ്റും, ചിലർ മാറ്റില്ല. ഒരു 10-21 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലർ മാറ്റുന്നത്. എന്തായാലും 10 ദിവസം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ ബോട്ടിലുകളിലോട്ട് മാറ്റുകയാണ്. ബാക്കിയുള്ള ഭാഗം ബോട്ടിലുകളിൽ ഇരുന്ന് അത് ഏജ് ആയി കറക്റ്റ് വൈനാകും. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഭരണിയിലുള്ളത് കുപ്പിയിലാക്കാം. അപ്പോൾ ഞാൻ ഈ ഭരണിയുടെ കവറിങ്ങൊക്കെ ഒന്ന് മാറ്റാൻ പോവാണ്. പൈനാപ്പിളെല്ലാം ഇപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇനി ഇതെല്ലാം ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്ത് നീരൊക്കെ ഒന്ന് പുറത്തെടുത്ത് കുപ്പിയിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. എന്നിട്ട് അതിനകത്ത് വെച്ച് നമുക്കൊന്ന് പിഴിഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ വൈൻ ഇങ്ങോട്ട് ഒഴിക്കാനായിട്ട് ഇപ്പോൾ ഒരു ചെരുവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ടാണ് നമ്മൾ വൈൻ ഒഴിക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് ഇതൊന്ന് ബോട്ടിലോട്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ബോട്ടിലിനകത്തോട്ട് മാറ്റാനായിട്ട് ഞാനിവിടെ കുറേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. തികയോന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് ബോട്ടിലിനകത്തോട്ട് മാറ്റാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചോർപ്പും ഒരു ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബോട്ടിലിൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈ വൈനെടുത്ത് ഇതിനുള്ളിലോട്ട് ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കിയിട്ടൊന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിനകത്ത് ശകലം വൈൻ ഒഴിച്ച് കളഞ്ഞിട്ട് ആ മോയ്സ്ചറൊക്കെ അങ്ങ് പൊക്കോളും. ഇനി നമുക്കിന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല, ഇത്ര ഫില്ല് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇതിനുള്ളിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചെയ്ത് ഓരോ ബോട്ടിൽ നമുക്ക് ഇടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ ബോട്ടിലും നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4 ബോട്ടിൽ ഫില്ല് ചെയ്തു. മിച്ചം 2 ബോട്ടിലുണ്ട്. ഇത് നമുക്ക് തികയും തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിഴിഞ്ഞെടുക്കാനുള്ള പൈനാപ്പിൾ ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് ബോട്ടിലുകളിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഭരണിക്കകത്തുനിന്ന് വൈൻ എല്ലാം കുപ്പികളിലോട്ട് മാറ്റിയേക്കുവാണ്. നമ്മളെല്ലാം ഒന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്തപ്പോൾ മൊത്തം 7 കുപ്പി വൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 6.5 കുപ്പി വൈന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഓരോ കുപ്പിയിലും 1/2 ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര ചേർക്കണം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് മാറ്റി വെക്കണം. അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതില്ലാതിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം പഞ്ചസാര ചേർത്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ കുപ്പിയിലും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വീതം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പികളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. 1 മാസത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഈ വൈനെല്ലാം നല്ലോണം ഒന്ന് സെറ്റിലായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല തെളിഞ്ഞ വൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഈസ്റ്റ് വീണ്ടും പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടാകുമ്പോഴത്തേനും ഈ കുപ്പിക്കകത്ത് പ്രഷർ ബിൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതിൽ നിന്ന് പ്രഷറൊക്കെ ഒന്ന് റിലീസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കുപ്പി പൊട്ടിത്തെറിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നല്ല കട്ടിയുള്ള കുപ്പി അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുപ്പികളെല്ലാം സ്റ്റോർ ചെയ്തങ്ങ് മാറ്റി വെച്ചേക്കാം. 1 മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ഒന്ന് തുറന്നിട്ട് നമ്മുടെ വൈൻ എവിടം വരെ ആയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ കാത്ത് വെച്ച് ഇപ്പോൾ 30 ദിവസം കംപ്ലീറ്റ് ആയിക്കോണം നമ്മൾ വൈനൊക്കെ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ 30 ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കംപ്ലീറ്റ് ആണെങ്കിൽ ഒരു 2-3 ദിവസം മിച്ചമുണ്ട്. ഇപ്പോൾ ആയതുകൊണ്ട് ഇത്രയും കിട്ടി. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതും കൂടെ കിട്ടുകയായിരുന്നു. എവിടെ നിന്നൊക്കെയോ കുറേ ആൾക്കാർ വന്നു, ഫ്രണ്ട്സൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നു, എല്ലാവരും വായിക്കൊണ്ട് പോയി. ഇപ്പോൾ ആകെ ഞാൻ പൂഴ്ത്തി വെച്ചുകൊണ്ട് 1 കുപ്പി വൈൻ കിട്ടി. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആ ഒരു പ്രോസസ്സാണുള്ളത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ വൈനൊക്കെ ഒരു ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. വൈൻ ഗ്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല, സാധാ ഒരു ജ്യൂസ് ഗ്ലാസ് കിട്ടിയേക്കുന്നത്. ഇനി വൈൻ ഒഴിക്കാനായിട്ട് വൈൻ ഗ്ലാസ് ഒക്കെ മേടിച്ച് വെക്കണം.
ടേസ്റ്റ് നോക്കാൻ പോവാം. ആ പൈനാപ്പിളിൻ്റെ നല്ല കറക്റ്റ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് പൈനാപ്പിൾ ചെത്തി വെച്ചേക്കുന്ന വേണം. ആ പൈനാപ്പിളിൻ്റെ കറക്റ്റ് ആ ഒരു ചെറിയൊരു ടാങ്കി ആയിട്ടുള്ള പുളി അവിടെ തന്നെ നിന്നിട്ടുണ്ട്. മധുരം പൈനാപ്പിളിനേക്കാളും തീരെ കുറവാണ്. പകരം ആ ആൽക്കഹോളിൻ്റെ ആ ഒരു കണ്ടന്റ്, ആ ഒരു പിഞ്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു എഫക്റ്റ് ഉണ്ട് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും. നല്ലൊരു എന്താ പറയുക, അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അത് കുടിച്ച് തന്നെ മനസ്സിലാക്കണം. അമ്മാതിരി നല്ലൊരു സ്മൂത്താണ്. എന്നാൽ ആൽക്കഹോളിൻ്റെ ഒരു കറക്റ്റ് ഒരു കണ്ടന്റ്, ഒരു ഫ്ലേവറും ഉണ്ട്. പൈനാപ്പിളിൻ്റെ നല്ല ഫ്ലേവറും ഉണ്ട്. ആൽക്കഹോളിൻ്റെ ഒരു പിഞ്ചും ഉണ്ട്. ചെറിയൊരു പുളിയുണ്ട്. മധുര ആവശ്യത്തിനുണ്ട്. പറയാനായിട്ട് ഇനി കൂടുതലൊന്നുമില്ല. നല്ല ഇരുന്ന് മാറ്റി വെച്ചേക്കാം, കുടിച്ച് തീർക്കും. അപ്പോൾ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് കൂടി ചിലപ്പോൾ പൂസായി കിടക്കുമായിരിക്കും, അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പൈനാപ്പിൾ വൈൻ സെറ്റാക്കി എടുക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി വൈനായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പൈനാപ്പിൾ വൈനിട്ട് നോക്കുന്നത്. മുന്നേ മുന്തിരി അതുപോലെ തന്നെ നമ്മുടെ ചാമ്പയ്ക്കൊക്കെ വൈനിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു പ്രത്യേക സാധനം തന്നെയാണ്, പറയാൻ വാക്കുകളൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ 2 വലിയ പൈനാപ്പിൾ എടുത്തിരുന്നു. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തു, നാരങ്ങ എടുത്തു, 2 നാരങ്ങ. പിന്നെ നമ്മൾ എന്താ എടുത്തേ, കട്ടൻ ചായ 1 ഗ്ലാസ് എടുത്തു. ഇതൊക്കെ കൂടി നമ്മൾ 4 ലിറ്റർ വെള്ളത്തിനകത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അതൊക്കെ ഒന്ന് തണുപ്പിച്ച് പിന്നെ ഈസ്റ്റ് ആഡ് ചെയ്ത് അങ്ങനെ ഒരു 10 ദിവസം വെച്ചു. പിന്നെ നമ്മളെടുത്ത് ബോട്ടിൽ ചെയ്തു. അത് കഴിഞ്ഞ് 30 ദിവസം വെച്ചു. എന്നിട്ടാണ് നമ്മൾ വൈൻ ഇപ്പോൾ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പ്രത്യേകിച്ച് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കില്ല കേട്ടോ. സെറ്റപ്പ് സാധനം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.